ഹായ്, നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യാണ്. പ്രോബ്ലംസ് ഷോ ദാറ്റ് എഫ് ഫ്രം -1 to 1 to r plus given by f of x is equal to x by x plus 2 is 1 function. Then find the inverse of the function. Okay, how we can show the given function be 1 by the definition of 1 function. F of x1 is equal to f of x2 implies x1 is equal to x2 for every x1 x2 belongs to domain. നമ്മുടെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് x1 is equal to f of x2 സ്റ്റാർട്ട് ചെയ്യും. 1 ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. വാട്ട് ഈസ് എഫ് ഓഫ് x1? എഫ് ഓഫ് x is x by x plus 2. എഫ് ഓഫ് x1 is x1 by x1 plus 2. എക്സിന് പകരം x1 കൊടുക്കുക. എഫ് ഓഫ് x2, വാട്ട് ഈസ് എഫ് ഓഫ് x2? x2 by x2 plus 2. Okay, then cross multiply. x1 into x2 plus 2 is equal to crossing x2 into x1 plus 2, which implies x1 into x2, x1 x2 plus 2x1 is equal to x2 x1 plus 2x2. x1 x2 cancel ആയി, which implies 2x1 is equal to 2x2, that is x1 is equal to x2. F is 1 function. x1 is equal to x2 എന്ന് കിട്ടിയാൽ f is 1 function. 1. Then find the inverse of the function. Inverse of the function f of x is equal to x by x plus 2. Combination of functions identity function വരണം. f of x ന് നമ്മൾ y ന് അപ്ലൈ ചെയ്യാം. y is equal to x by x plus 2. ഇനി ഇവിടുന്ന് നമ്മൾ x കാണാം. y into x plus 2 is equal to x. xy plus 2y is equal to x. y ഓപ്പൺ ചെയ്തു. 2y is equal to x minus xy plus xy അങ്ങോട്ട് എടുത്തു. 2y is equal to x into 1 minus y. Therefore, x is equal to 2y by 1 minus y. മനസ്സിലായല്ലോ ഇത്രയും ചെയ്തത്? 2y by 1 minus y. കോമ്പിനേഷൻ ഓഫ് ഫംഗ്ഷൻസിന്റെ മെത്തേഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സിന് നമ്മൾ ജി ഓഫ് വൈ അപ്ലൈ ചെയ്യാം. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു 2y by 1 minus y. അപ്പൊ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ, മറ്റേത് എന്ത് കിട്ടി? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു 2y by 1 minus y എന്ന് കിട്ടി. ഇനി ഇതിന്റെ രണ്ടിന്റെയും കോമ്പോസിഷൻ ഏതിന്റെയൊക്കെ? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് വൈന്റെയും കോമ്പോസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന് നമ്മൾ വൈന് കൊടുക്കുക. ഇത്രയും സ്റ്റെപ്പിൽ നമ്മൾ എക്സ് എന്താണെന്ന് കണ്ടു. ആ എക്സിന് പകരം എന്ത് അപ്ലൈ ചെയ്യുക? ജി ഓഫ് വൈ എന്ന് അപ്ലൈ ചെയ്യുക. ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 2y by 1 minus y. ഇനി നോക്കൂ,
നോക്കൂ, ഏതിന്റെയൊക്കെ കോമ്പോസിഷൻ ആണ് ആവേണ്ടത്? എഫിന്റെയും ജിയുടെയും കോമ്പോസിഷൻ. GOF of x is equal to G of f of x. GOF of x is equal to G of f of x. That is G of, what is f of x? X by x plus 2. X by x plus 2. ഇനിയും G of y എന്ന് പറയുന്നത് 2y by 1 minus y. അപ്പൊ G of x by x plus 2 എന്ന് പറഞ്ഞാൽ ഇവിടെ yക്ക് പകരം എന്ത് അപ്ലൈ ചെയ്യണം? x by x plus 2 അപ്ലൈ ചെയ്യണം. അപ്പൊ 2 into x by x plus 2 2y, ശ്രദ്ധിക്കണേ, by 1 minus x. yക്ക് പകരം എന്താ കൊടുക്കേണ്ടത്? x by x plus 2. Okay അല്ലേ? This will be equal to 2x by x plus 2 2 into x divided by cross ചെയ്യും x plus 2 minus x by x plus 2. അപ്പൊ ഈ x plus 2 cancel out, x minus x cancel out, 2x by x എന്ന് വരും. What is x? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയി. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് എന്ന് വരണം. അതായത് ഈ ഇവിടെ എക്സിന്റെ ഇമേജ് GOFല് എക്സിന്റെ ഇമേജ് എക്സ് തന്നെ വന്നു, സെയിം ഇമേജ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പൊ എഫിന്റെയും ജിയുടെയും കോമ്പോസിഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയി. ഇനി FOG of y, FOG of y, f of g of y, FOG of y is equal to f of g of y. നോക്കൂ, f of x എന്താണെന്ന് അവിടെ നോക്കൂ. എന്താണ് f of x? x by x plus 2. അപ്പൊ FOG f of എന്താണ് g of y? 2y by 1 minus y. 2y by 1 minus y. ആ x of x xന് പകരം നമ്മൾ 2y by 1 minus y എന്ന് കൊടുക്കും. ഹോൾ ബൈ x plus 2 അല്ലേ? അപ്പൊ 2y by 1 minus y plus 2. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുക. അതായത് 2y by 1 minus y whole divided by 2y cross ചെയ്ത plus 2 minus 2y by 1 minus y. 1 minus y 1 minus y 2y minus 2y 2y by 2 എന്ന് വന്നത് കണ്ടോ? y കണ്ടോ? ഇവിടെ y ന്റെ ഇമേജ് y തന്നെ, ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ വന്നാൽ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. ശ്രദ്ധിക്കൂ, ഞാൻ എവിടെ എഴുതുന്നുണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട്. എഫ് ഈസ് ഇൻവേർട്ടബിൾ. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഉണ്ട്. ഏതാണ് എഫിന്റെ ഇൻവേഴ്സ്? ജി. ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സ് ഓഫ് എഫ്. വാട്ട് ഈസ് ജി? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ 2y by 1 minus y. ഇനി ആ ഫംഗ്ഷൻ എക്സിലാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ g of x is equal to 2x by 1 minus x. എക്സിൽ പറയണമെങ്കിൽ അപ്പൊ f of x ന്റെ ഇൻവേഴ്സ് g of x ആണ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ഇൻവേഴ്സ് കാണേണ്ടത്. ഇവിടെ എഴുതിയതിനു ശേഷം ഇതാണ് നോട്ട്. ഓക്കെ, മേക്ക് എ നോട്ട് ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഇനി ഇൻവേഴ്സ് എടുക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് കാണിച്ചു തരാം. ഇൻവേഴ്സ് CBSE എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇൻവേഴ്സ് എന്താ? ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ ആദ്യം പഠിച്ചു വെക്കുക. f of x is equal to y. ഈ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. വിച്ച് ഇംപ്ലൈസ് x is equal to f inverse y.
ഒന്നുകൂടെ പറഞ്ഞോളൂ. എഫ് ഓഫ് എക്സ് is equal to y which implies x is equal to f inverse y. നേരത്തെ നമ്മൾ കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഈ എക്സിന് പകരം ജി ഓഫ് വൈ എന്നല്ലേ കൊടുത്തത്. ജി അല്ലേ എഫിന്റെ ഇൻവേഴ്സ്. അത് നമ്മൾ ഡയറക്റ്റ് എഫിന്റെ ഇൻവേഴ്സ് ജി ഓഫ് വൈക്ക് പകരം എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതുന്നു. നോക്കൂ, ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എക്സ് is equal to എക്സ് ബൈ എക്സ് പ്ലസ് ടു. ഇതാണ് നേരത്തെ പോലെ തന്നെ അതിന് y കൊടുക്കുക. y is equal to എക്സ് ബൈ എക്സ് പ്ലസ് ടു. നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. എക്സ് വൈ പ്ലസ് ടു വൈ is equal to എക്സ്. 2y is equal to x minus xy. 2y is equal to x into 1 minus y. x is equal to 2y by 1 minus y. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എക്സ്. ഈ എക്സിന് പകരം എന്താ എഴുതുക മക്കളെ? എഫ് ഇൻവേഴ്സ് വൈ എന്ന് എഴുതുക. എഫ് ഇൻവേഴ്സ് വൈ is equal to 2y by 1 minus y. നേരത്തെ ഇത് ജി ഓഫ് വൈ എന്നായിരുന്നു എഴുതിയത്. അത് വേണ്ട, ജി ആണ് ഇൻവേഴ്സ്. നമ്മൾക്ക് ഡയറക്റ്റ് ഇൻവേഴ്സ് ആയിട്ട് തന്നെ എഴുതാം. എഫ് ഇൻവേഴ്സ് വൈ. ദെൻ എഫിന്റെ ഇൻവേഴ്സ് നമ്മൾ എക്സിലാണ് സാധാരണ എഴുതുക. എഫ് ഇൻവേഴ്സ് എക്സ് is equal to 2x by 1 minus x. ഫംഗ്ഷൻ ആണിത്. ഇതാണ് അതിന്റെ ഇൻവേഴ്സ്. ഈ മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പൊ സാർ എന്തിനാണ് ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു തന്നത്? അതായത് രണ്ടെണ്ണത്തിന്റെയും കോമ്പോസിഷൻ ആണ്. അത് NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ഇതാണ് സിമ്പിൾ മെത്തേഡ്. ഇതിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് is equal to y implies x is equal to f inverse y. അപ്പൊ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. എങ്ങനെ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക? 1 ആണെന്നും 2 ആണെന്നും പ്രൂവ് ചെയ്യുക. ദെൻ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് അതിന്റെ ഇൻവേഴ്സ് കാണാം. ഓക്കെ, ഇതാണ് ഈ മെത്തേഡ്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ, സിമ്പിൾ ആയിരിക്കും. നോട്ട്. Next question is, if f of x is equal to 4x plus 3 by 6x minus 4, x not equal to 2 by 3, show that FOF of x is equal to x. FOF of x is equal to f of x. ഇതെങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ എന്താണ് എഴുതുക? എഫ് ഓ ജി ഓഫ് എക്സിന്റെ ഡെഫിനീഷൻ എന്താ? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലെ? ദെൻ എഫ് ഓ എഫ് ഓഫ് എക്സോ എഫ് ഓഫ് എക്സ്. ക്ലിയർ? എഫ് ഓഫ് വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? 4x plus 3 by 6x minus 4. ഓക്കെ, ഇനി ഈ എഫ് ഓഫ് എക്സില് എവിടെയൊക്കെ എക്സ് കാണുന്നു ആ എക്സിന് പകരം നമ്മൾ കൊടുക്കേണ്ടത് 4x plus 3 by 6x minus 4 ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ എഫ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം നമ്മൾ 10 അപ്ലൈ ചെയ്യും. അപ്പൊ ഇനി കാണേണ്ടത് എഫ് ഓഫ് 4x plus 3 by 6x minus 4 ആണ്. അപ്പൊ എക്സിന് പകരം എന്ത് അപ്ലൈ ചെയ്യണം? 4x plus 3 by 6x minus 4 എന്ന് അപ്ലൈ ചെയ്യണം. 4 into 4x plus 3 by 6x minus 4 minus 3 sorry plus 3 divided by 6 into 4x plus 3. നോക്കൂ, 6x minus 4. 4x plus 3 by 6x minus 4 minus 4. Clear? 4 into 4x 16x. 4 into 3 12 plus ഈ 6x minus 4 അങ്ങോട്ട് ക്രോസ് ചെയ്യുക.
3 into 6x 18x minus 4 into plus 3 minus 12. മനസ്സിലായല്ലോ? ഈ 6x minus 4 അങ്ങോട്ട് ക്രോസ് ചെയ്തു. ഹോൾ ഡിവൈഡഡ് ബൈ 6x minus 4 ബൈ ഇവിടെ അതേപോലെ തന്നെ 6 into 4x 24x 6 into 3 18 മൈനസ് ഈ 6x minus 4 അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. മൈനസ് 4 into 6x മൈനസ് 24x പിന്നെന്താവും? മൈനസ് 4 into minus 4 plus 16 divided by 6x minus 4. Definitely 6x minus 4 will be cancelled. 16x plus 18x 34x 12 minus 12 cancel. 24x minus 24x cancel. 16 plus 18 plus 16 34. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. FOF of x is equal to x. 34 cancel. Then find the inverse of f. Okay. അത് നമുക്ക് നമ്മുടെ ഇൻവേഴ്സ് മെത്തേഡിൽ ഷോർട്ട് മെത്തേഡിൽ ചെയ്ത് നോക്കാം. നോക്കൂ, ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x plus 3 by 6x minus 4. ഓക്കെ, സിമ്പിൾ. ഇവിടെ നോക്കണേ, ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എന്താ? ഫംഗ്ഷൻ വരിക എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, വിച്ച് ഇംപ്ലൈസ് നമ്മൾ എന്ത് എഴുതും? എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് വൈ. ഇത്രയേ ഉള്ളൂ ഡെഫിനിഷന്. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സിന് പകരം എന്ത് അപ്ലൈ ചെയ്യും? വൈ എന്ന് കൊടുക്കും. വൈ ഇസ് ഈക്വൽ ടു 4x plus 3 by 6x minus 4. ഓക്കെ, ഈ 6x minus 4 കൂടെ ക്രോസ് ചെയ്യുക. അപ്പൊ y into 6x 6xy minus 4 into y 4y is equal to 4x plus 3. ഓക്കെ, എക്സ് ആണ് കാണേണ്ടത്. ഞാൻ ഈ മൈനസ് 4y അങ്ങോട്ട് എടുത്തു, 4x ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പൊ എന്തായി നോക്കൂ, ഇവിടെ എഴുതുന്നുണ്ട് 6xy മൈനസ് 4x is equal to 3 plus 4y അല്ലെ? മൈനസ് 4y റൈറ്റിലേക്ക് വരുമ്പോ പ്ലസ് 4y. ഇനി ഇവിടുത്തെ ഈ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 6x മൈനസ് 4 is equal to 4y plus 3 അല്ലെങ്കിൽ 3 plus 4y സെയിം തന്നെയാണ്. ഓക്കെ, സോറി 6y ആണ്, x ആണ് കോമൺ എടുത്തത്. therefore x is equal to എന്ത് വരും? 4y plus 3 by 6y minus 4. this x is f inverse y. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? f inverse y is equal to, ആ എക്സിന് നമ്മൾ നേരത്തെ കോമ്പോസിഷനിൽ എക്സ് കാണുമ്പോൾ അവിടെ g of y എന്നാണ് എഴുതാൻ പറഞ്ഞത്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എഴുതി. എഫ് ഇൻവേഴ്സ് y is equal to 4y plus 3 by പറഞ്ഞോളൂ എന്താ വരിക? 6y minus 4. നിങ്ങൾ ഫോളോ ചെയ്യുന്നല്ലോ. എഫ് ഇൻവേഴ്സ് y ആണ്. എപ്പോഴും ഒരു ഫംഗ്ഷൻ എക്സിലാണെന്ന് പറയുന്നെങ്കിൽ അതിന്റെ ഇൻവേഴ്സും എക്സിൽ തന്നെയാണ് പറയുക. അപ്പൊ നമുക്ക് എഴുതാം എഫ് ഇൻവേഴ്സ് എക്സ് is equal to, ഈ വൈക്ക് പകരം എക്സ് എഴുതിയാൽ മതി, 4x plus 3 by 6x minus 4. This is inverse of the function. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫംഗ്ഷൻ 4x plus 3 by 6x minus 4 ആണ്. അതിന്റെ ഇൻവേഴ്സ് കിട്ടിയിരിക്കുന്നതും എന്തെന്നെയാണ്? 4x plus 3 by 6x minus 4 ആണ്. അപ്പൊ ഈ ഒരു ഫംഗ്ഷനിൽ ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും എന്താണ്? സെയിം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ഫംഗ്ഷൻസിലും ആ ഫംഗ്ഷൻ തന്നെയാണോ അതിന്റെ ഇൻവേഴ്സ്? അല്ല. ഈ ഒരു ക്വസ്റ്റ്യനില് ഫംഗ്ഷനും ഇൻവേഴ്സും സെയിം ആണ്. ഓക്കെ, നോട്ട്. Then next question, consider f from R to R given by f of x is equal to 4x plus 3. Show that f is invertible. Then find the inverse of f. Invertible ആണെന്ന് പ്രൂവ് ചെയ്യും വേണം. ഇൻവേഴ്സ് ഓഫ് എഫ് ഇൻവേഴ്സ് കാണും വേണം.
ഇൻവേർട്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതായത് GOF ഓഫ് എക്സും FOG ഓഫ് എക്സും എക്സ് അല്ലെങ്കിൽ വൈ എന്ന് കിട്ടണം. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. അങ്ങനെ ഐഡന്റിറ്റി ഫംഗ്ഷൻ വന്നാൽ ഇൻവേർട്ടബിൾ ആണ്, എഫിന്റെ ഇൻവേഴ്സ് ആണ് G. രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ മെത്തേഡ്. ഇൻവേർട്ടബിൾ ആവണമെങ്കിൽ അത് ബൈജക്റ്റീവ് ആവണം. അപ്പൊ ഈ എഫ് ബൈജക്റ്റീവ് ആണ്, അതായത് ബോത്ത് 1 1 ആൻഡ് ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യുക. ഞാൻ ആ മെത്തേഡിൽ ചെയ്യാണ്. ബൈ ദ ഡെഫിനിഷൻ ഓഫ് 1 1, f of x1 is equal to f of x2, which implies x1 is equal to x2 for every x1 comma x2 belongs to domain. Question നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? f of x1 is equal to f of x2 എന്ന് സ്റ്റാർട്ട് ചെയ്യും, which implies f of x1 is 4x1 plus 3. f of x2 is 4x2 plus 3. Definitely 3 cancel ആയി, 4ഉം 4ഉം cancel ആവും അല്ലെ. x1 is equal to x2. f is 1 1 1 1 എന്ന് പ്രൂവ് ചെയ്തു. ഇനി ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യാം. ഓൺ 2 എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ f of x ന് പകരം y എന്ന് എഴുതാം. y is equal to 4x plus 3. ആ ഓൺ 2 എന്ന് പ്രൂവ് ചെയ്ത വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കണേ. Then y minus 3 is equal to 4x. That is x is equal to y minus 3 by 4. Okay. അതായത് എക്സ് പ്രീ ഇമേജിന്റെ അടുത്ത് y ആണ് അപ്പുറത്ത് നിന്നുണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് ആയിട്ട് വരിക y minus 3 by 4 ആണ്. അപ്പൊ വാട്ട് ഈസ് f of x? f of x is equal to 4x plus 3 ആണ്. അപ്പൊ f of y minus 3 by 4 എന്ന് പറയുന്നത് y തന്നെയാണോ നോക്കണം. f of y minus 3 by 4 ഫംഗ്ഷൻ f of x is equal to y തന്നെയാണോ നോക്കണം. 4 into y minus 3 by 4 plus 3. എക്സിന് പകരം y മൈനസ് 4 ക്യാൻസൽ ആയി, മൈനസ് 3 പ്ലസ് 3 ക്യാൻസൽ ആയി, y എന്ന് കിട്ടുകയാണെങ്കിൽ അത് ഓൺ 2 ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് ബൈജക്റ്റീവ് ആയി അല്ലെ. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ f ഈസ് ഇൻവേർട്ടബിൾ. ബൈജക്റ്റീവിൽ ഓൺ 2 പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓൺ 2 പ്രൂവ് ചെയ്യുന്നത്. Then f is bijective, so f is invertible. To find the inverse of the function, നമ്മൾ ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ നോക്കി. f of x is equal to y implies x is equal to f inverse y. നമ്മൾ ഈ f of x ന് പകരം y ന് കൊടുത്തു, 4x plus 3. Then to find x ഓൾറെഡി നമ്മളിവിടെ കണ്ടതാണ്. x is equal to y minus 3 by 4. Then x is equal to y minus 3 by 4. ആ എക്സിന് പകരം എന്ത് കൊടുക്കുക? എഫ് ഇൻവേഴ്സ് വൈ എന്ന് കൊടുക്കുക. എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു y minus 3 by 4. അപ്പൊ ഈ എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ് എഫ് ഇൻവേഴ്സ് വൈ. നമ്മൾ സാധാരണ എപ്പോഴും ഇൻവേഴ്സ് എക്സിൽ തന്നെയാണ് പറയുക. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 3 by 4. അപ്പൊ ഫംഗ്ഷൻ 4x plus 3 അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് എക്സ് മൈനസ് 3 by 4. ഓക്കെ, നോട്ട്. A multiple choice question. Let f from R minus set 4 by 3 to R be a function defined as f of x is equal to 4x by 3x plus 4. That function R minus set minus 4 by 3 to real numbers. The inverse of the function. f ന്റെ ഇൻവേഴ്സ് നമ്മൾ f ഇൻവേഴ്സ് എന്ന് എഴുതുന്നതിന് പകരം g എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. g എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു റേഞ്ചും ഡൊമൈനും ഇന്റർചേഞ്ച് ചെയ്യും. ഇത് x എന്ന വൈയിലേക്കാണെങ്കിൽ ഇൻവേഴ്സ് y ടു x കണ്ടില്ലേ. അപ്പൊ ഇവിടെ റേഞ്ച് ഏതാണോ ആ റേഞ്ചിൽ നിന്ന്
എവിടേക്ക് ആർ മൈനസ് സെറ്റ് മൈനസ് 4/3. മനസ്സിലായല്ലോ? ആ ഇൻവേഴ്സ് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് എഴുതി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x/3x + 4. മനസ്സിലായല്ലോ? ആ എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതും? y എന്ന് എഴുതും അല്ലെ? ഇൻവേഴ്സിന്റെ ഡെഫിനീഷൻ ആണ് നോക്കേണ്ടത്. y is equal to 4x/3x + 4. x കാണണം അല്ലെ? 3xy + 4y is equal to 4x. Therefore 4y is equal to 4x minus 3xy. x കോമൺ ഫാക്ടർ എടുക്കും. 4y is equal to x into 4 minus 3y. റെഡി അല്ലേ? Therefore x is equal to 4y/4 minus 3y. ഈ x നെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? f of x is equal to y implies x is equal to f inverse y. ആ f inverse y is equal to 4y/4 minus 3y. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എഫിന്റെ ഇൻവേഴ്സ് സാധാരണയായിട്ട് നമ്മൾ എഫ് ഇൻവേഴ്സ് എഴുതും. ആ എഫ് ഇൻവേഴ്സ് ആണ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിട്ട് എഴുതുന്നത്. അതായത് ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 4y/4 minus 3y. മനസ്സിലാക്കിക്കോളൂ. എഫിന്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് വൈ. ഈ എഫ് ഇൻവേഴ്സ് ആണ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിലെ. അപ്പൊ 4y/4 minus 3y. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? ഓക്കെ. കൺസിഡർ എഫ് ഫ്രം ക്വസ്റ്റ്യൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. 2018 CBSE ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എഫ് ഫ്രം r minus set minus 4/3 to r minus set 4/3, which means ഇവിടെ x ന്റെ വാല്യൂ -4/3 അപ്ലൈ ചെയ്യരുത് എന്നാണ് അതിന്റെ മീനിങ്. r minus set 4/3 given by f of x is equal to 4x plus 3/3x plus 4. show that f is bijective എന്ന് പറഞ്ഞാൽ 1 1 on 2 എന്ന് പ്രൂവ് ചെയ്യണം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ഡെഫിനീഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് എന്താണെന്ന് കാണണം. ഹെൻസ് ഫൈൻഡ് എഫ് ഇൻവേഴ്സ് 0. പിന്നെ എഫ് ഇൻവേഴ്സ് എക്സ് 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂവും കാണണം. അപ്പൊ നമുക്ക് ആദ്യം ബൈജക്റ്റീവിലേക്ക് കടക്കാം. ബൈജക്റ്റീവിൽ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് x1 is equal to f of x2, which implies x1 is equal to x2 for every x1 x2 belongs to domain. f of x1 is equal to f of x2 ൽ സ്റ്റാർട്ട് ചെയ്യും. എന്താണ് f of x1 വരിക? 4x1 plus 3, x ന് പകരം x1 കൊടുക്കുക, by 3x1 plus 4 is equal to എന്താണ് f of x2 വരിക? 4x2 plus 3 by 3x2 plus 4. x1 is equal to x2 എന്നാണ് കിട്ടേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4x1 plus 3 into 3x2 plus 4 is equal to 4x2 plus 3 into 3x1 plus 4. Cross multiplication. 4x1 into 3x2, 12x1 x2. Term by term multiplication. Plus 4x1 into 4, 16x1. Plus 3x2 into 3, 9x2. Plus 3 into 4, 12 is equal to അവിടെയോ 4x2 into 3x1, 12x2 x1 plus 4x2 into 4, 16x2 plus
3x1 into 3 9x1 plus 4 into 3 12. ഏതൊക്കെ കട്ടാവുന്നു നോക്കൂ. 12x1 x2 12x1 x2 12. ഇനി x1 ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോവാം. ആ 9x1 എടുത്ത് ലെഫ്റ്റിലേക്ക് ഇടും. 16x1 മൈനസ് 9x1. ഈ 9x2 റൈറ്റിലേക്ക് പോട്ടെ. 16x2 മൈനസ് 9x2. ഇവിടെ 7x1 is equal to 7x2 റൈറ്റില്, which implies 7 cancel ആയി പോയി. x1 is equal to x2. f is ബൈജക്റ്റീവ് ഫംഗ്ഷനിൽ എന്ത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു? 1 ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നോട്ട് എഴുതിക്കോളൂ. ഇനി ഓൺ ടു പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓൺ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ 4x plus 3 by 3x plus 4. അപ്പൊ വൈക്ക് പകരം എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ആ വൈക്ക് പകരം 4x plus 3 by 3x plus 4 ആണ്. അതായത് എക്സിന്റെ ഇമേജ് ആണ് 4x plus 3 by 3x plus 4. എക്സ് കാണണം. 3xy ക്രോസ് ചെയ്യാണ് പ്ലസ് 4y is equal to 4x പ്ലസ് 3. എക്സ് ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണേ. 3xy മൈനസ് 4x is equal to 3 മൈനസ് 4y പ്ലസ് 4y അങ്ങോട്ട് എടുത്തു. എക്സ് കോമൺ ഫാക്ടർ എടുക്കുക. എക്സ് ഇൻറ്റു 3y മൈനസ് 4 is equal to 3 minus 4y. Therefore, x is equal to 3 minus 4y by 3y minus 4. 3 minus 4y by 3y minus 4. ഓക്കെ, ഇതാണ് നമ്മളുടെ x. ഇനി അപ്പൊ x എന്ന് പറയുമ്പോൾ ഇതാണ് വൈന്റെ പ്രീ ഇമേജ് ആയിട്ട് വരിക. ഇനി എഫ് ഓഫ് എക്സ് വൈ തന്നെയാണോ എന്ന് നോക്കണം. അതായത് എഫ് ഓഫ് 3 മൈനസ് 4y ബൈ 3y മൈനസ് 4. ഓക്കെ, മുകളിലേക്ക് എഴുതാം. എഫ് ഓഫ് എക്സിന് പകരം എന്താണ്? 3 മൈനസ് 4y ബൈ 3y മൈനസ് 4. എഫ് ഓഫ് 3 മൈനസ് 4y ബൈ 3y മൈനസ് 4 y തന്നെ കിട്ടുമോ നോക്കണം. 4 ഇൻറ്റു അല്ലെ എക്സിന് പകരം 3 മൈനസ് 4y ബൈ 3y മൈനസ് 4 പ്ലസ് 3 ബൈ 3 ഇൻറ്റു 3 മൈനസ് 4y ബൈ 3y മൈനസ് 4 പ്ലസ് 4. 4 into 3 12. 4 into minus 4y minus 16y. 3 into 3y 9y. ഈ 3 ഇതെവിടെ ക്രോസ് ചെയ്യാം? മൈനസ് 4 into 3 12. ഡിവൈഡഡ് ബൈ എന്ത് വരും? 3y മൈനസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 into 3 9. 3 into minus 4y minus 12y. 4 into 3y 12y. 4 into minus 4 minus 16 divided by 3y minus 4. 3y minus 4 3y minus 4 cancel ആയി. 12 minus 12 cancel ആയി. minus 12y plus 12y cancel ആയി. minus 7y by minus 7 will be equal to y on 2. f of 3y minus 3 minus 4y by 3y minus 4 y തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഇമേജ് y തന്നെയാണ്. അപ്പൊ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആയി.
അപ്പൊ 1 1 and on 2. So f is a bijective function. ബൈജക്റ്റീവ് എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, ഡൺ. നോട്ട്. ഇനി ഇൻവേഴ്സ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ എഫ് ഓഫ് എക്സ് is equal to y implies x is equal to f inverse y. കൊടുക്കുക. എഫ് ഓഫ് എക്സ് എന്താണ്? y is equal to 4x plus 3 by 3x plus 4. ഇനി ഇവിടുന്ന് എന്ത് കാണണം? എക്സ് കാണണം. എക്സിന് വീണ്ടും കാണേണ്ട കാര്യമില്ല. ബൈജക്റ്റീവ് പ്രൂവ് ചെയ്യുന്നതായ സമയത്ത് നിങ്ങൾ നോട്ടിന്റെ മുകളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. എക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് എക്സ് വെച്ചത് നോക്കിയേ. എക്സ് ഈക്വൽ ടു സ്റ്റെപ്പിന് വീണ്ടും എഴുതേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം മുകളിൽ ചെയ്തു വെച്ചതാണ്. 3 - 4y by 3y - 4 ഓൺ ടു ഫംഗ്ഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ എക്സിനാണ് നമ്മൾ എന്ത് കൊടുക്കുക? എഫ് ഇൻവേഴ്സ് വൈ. എഫ് ഇൻവേഴ്സ് വൈ is equal to 3 - 4y by 3y - 4. ഓക്കെ, ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എപ്പോഴും എക്സിൽ തന്നെയാണ് പറയുക. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സ് is equal to 3 - 4x by 3x - 4. ഇൻവേഴ്സ് ഫംഗ്ഷനായി. ഫംഗ്ഷനുമായി അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷനുമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് 0. നോക്കൂ, എന്താണ് മക്കളെ എഫ് ഇൻവേഴ്സ് എക്സ്? എഫ് ഇൻവേഴ്സ് എക്സ് is equal to 3 - 4x by 3x - 4 അല്ലേ? ഇനി എങ്ങനെ എഫ് ഇൻവേഴ്സ് 0 കാണാം? എഫ് ഇൻവേഴ്സ് 0 എക്സിന് പകരം 0 കൊടുത്താൽ പോരെ. 3 - 0 by 0 - 4 3 by -4 which will be equal to -3 by 4. ഓക്കെ, എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആ എക്സിന് പകരം 0 അപ്ലൈ ചെയ്തു. ഇനി എഫ് ഇൻവേഴ്സ് എക്സ് 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ് നോക്കൂ. എഫ് ഇൻവേഴ്സ് എക്സ് is equal to 2. എന്താണ് എഫ് ഇൻവേഴ്സ് എക്സ്? 3 - 4x by 3x - 4 is equal to 2. What is x? 3 - 4x is equal to 6x - 8. 2 into 3x - 4. Then 3 plus 8 11. 3 plus 8 11 is equal to 10x. 11 by 10 is equal to x. F inverse x 2 ആണെങ്കിൽ x ന്റെ വാല്യൂ 11 by 10. Clear? Lengthy problem. Note.